540 റോമിലെ ഒരു സെനറ്റർ കുടുംബത്തിൽ ജനിച്ച ഗ്രിഗറി ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയും പാണ്ഡിത്യത്തിലും നിയമത്തിലും ശാസ്ത്രത്തിലും മികവ് തെളിയിക്കുകയും ചെയ്തു. 33-ാം വയസ്സിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി സമൂഹത്തിൽ ഉന്നത പദവി നേടിയ അദ്ദേഹം തന്റെ വസ്തുവകകളെല്ലാം ആശ്രമങ്ങൾ സ്ഥാപിക്കാനായി വിട്ടുനൽകുകയും സ്വഭവനം ഒരു ആശ്രമമായി മാറ്റുകയും ചെയ്തു. 575-ൽ സന്യാസവസ്ത്രം സ്വീകരിക്കുകയും ദാരിദ്ര്യവ്രതത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്ത ഗ്രിഗറി ഒരു സന്യാസി 3 സ്വർണ്ണക്കട്ടകൾ സ്വന്തമായി സൂക്ഷിച്ചിരുന്നത് കണ്ടെത്തുകയും ഇതിന് പരിഹാരമായി ആ സന്യാസി മരിച്ചപ്പോൾ മറ്റ് സന്യാസിമാർക്കൊപ്പം അദ്ദേഹത്തെ അടക്കാതിരിക്കുകയും എന്നാൽ അദ്ദേഹത്തിനു വേണ്ടി ദിനംപ്രതി വിശുദ്ധ കുർബാന അർപ്പിക്കുകയുമുണ്ടായി. 30 ദിവസം വിശുദ്ധ കുർബാന തുടരുകയും ആ സന്യാസി ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് മോചിപ്പിക്കപ്പെട്ടതായി വിശുദ്ധ ഗ്രിഗറിക്ക് സ്ഥിരീകരണം ലഭിക്കുകയും ഇതോടെ മരിച്ചവർക്കായുള്ള ഗ്രിഗോറിയൻ കുർബാന രീതി സഭയിൽ നിലവിൽ വരികയുമായിരുന്നു. അയൽക്കാരന്റെ സംരക്ഷണം സ്വന്തം ചുമതലയായി കരുതിയ അദ്ദേഹം ഇന്ന് പ്രചാരത്തിലുള്ള നിരവധി ക്രൈസ്തവ സ്തുതിഗീതങ്ങളുടെ രചയിതാവുമാണ്. 50-ാം വയസ്സിൽ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം കുഞ്ഞുങ്ങളെ അടിമകളാക്കുന്നതിനെതിരെ ഇംഗ്ലണ്ടിലെ ക്രിസ്തീയവൽക്കരണത്തിനായും ശക്തമായി പൊരുതി. തടവുകാരെ മോചിപ്പിക്കുന്നതിനും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനുമായി സ്വന്തം ഖജനാവ് കാലിയാക്കിയ ഹൃദയവിശാലതയുടെ നേർചിത്രമായിരുന്ന ആ സഭാപിതാവ് 604 മാർച്ച് 12-ന് കാലം ചെയ്തു.